നമസ്കാരം, ഞാൻ ഉണ്ണിമായ കല്ലു. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയിലേക്കാണ് പോകുന്നത്. കൊഞ്ച് തേങ്ങ വറുത്തരച്ചത്. നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് പെട്ടെന്ന് പോകാം. തേങ്ങ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മളിങ്ങനെ വറുത്തുകൊണ്ടിരിക്കുക. അത് നല്ല ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കുക. അതേ പാനിൽ തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട് ഇതൊന്ന് വറുത്ത് വരി മാറ്റി വയ്ക്കുക. അതേ പാനിൽ തന്നെ കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച 2 സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒന്ന് ചതച്ചാണ് ഇട്ടത്. പിന്നെ മുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പടവലം കൂടി ഇട്ട് ടേസ്റ്റിന് വേണ്ടി. നല്ല വഴറ്റിയിരുന്ന സമയത്ത് തന്നെ നേരത്തെ വറുത്ത് കുരുമാറ്റി വെച്ചിട്ടുള്ള മസാല ഒക്കെ ഇതിനകത്തിട്ട് നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ടി നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച തേങ്ങ നന്നായിട്ട് ഫ്രഷ് ചെയ്തിട്ട് ഇതിനകത്ത് മിക്സാക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം കുറച്ചൊന്ന് നമുക്ക് ആടാക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം മിക്സായി വരുമ്പോൾ നമുക്ക് വൃത്തിയായി കഴുകിയ കൊഞ്ച് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ എല്ലാം കൂടി നമുക്കൊന്നുകൂടെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം. കൊഞ്ച് നന്നായിട്ടും തിളച്ച് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് ഒട്ടൽമുളകും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് അത് പാകമാവാൻ വേണ്ടി വയ്ക്കും. ഫൈനലി നമ്മുടെ കൊഞ്ച് തേങ്ങ വറുത്തരച്ചതുണ്ടായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു തേങ്ങ നമ്മൾ വറുത്തരച്ചതിൻ്റെ എല്ലാം അധികമായിട്ട് നിൽക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത്. മുമ്പ് കൊഞ്ച് കറി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വറുത്തരച്ച് വെച്ചിട്ടില്ല. അല്ലാതെ മസാലയൊക്കെ വറുത്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷേ തേങ്ങ അരച്ച് ആദ്യമായിട്ട് പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.